മാങ്ങയുടെ സീസണൊക്കെ അല്ലേ ഇപ്പോൾ. എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാംഗോ ഐസ്ക്രീം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. തീ പോലും കത്തിക്കാണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഈ ഒരു മാംഗോ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വെളുത്ത മൂവാണ്ടനാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് മാങ്ങ ഉണ്ടെങ്കിലും അതെടുക്കാം. ഒരുപാട് നാരൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 മാങ്ങ മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാങ്ങ മാറ്റി വെച്ചിരിക്കണത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു കഷ്ണം നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് മാറ്റി വെക്കുന്നത്. 2 പുറത്തുള്ള പോഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങയിലേക്ക് 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പേ എടുക്കുന്നുള്ളൂ. ഇനി നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ മാങ്ങ നല്ല രീതിക്ക് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 2 ടീസ്പൂണോളം മാറ്റി വെക്കാം കേട്ടോ, ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് നമ്മൾ ഈ കേക്കിനൊക്കെ എടുക്കുന്നത് പോലെ സ്റ്റിഫ് ആവുമൊന്നും വേണ്ട കേട്ടോ. അതിന് മുന്നേ ഉള്ളൊരു സ്റ്റേജാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ച മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാങ്ങയുടെ കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബീറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഡപ്പ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് പൾപ്പില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊരു ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ദിവസം ഫുള്ളായിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. ഇതിവിടെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത്. മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ശരിക്കും ഐസ്ക്രീം കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ റെസിപ്പി കണ്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ. ബൈ.